JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷ സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും എക്സ്പെക്ടഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എത്ര പേരാണ് ഓരോ ജില്ലയിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അതോടൊപ്പം തന്നെ എന്റെ സ്കെയിൽ ഓഫ് എത്രയാണ്, വേക്കൻസി എത്രയുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 തിരുവനന്തപുരം ജില്ലയിൽ 23,143 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. പരീക്ഷാ തീയതി 12/9/2026 സാറ്റർഡേ ആണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 9,442 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ല എടുത്താൽ 3,647 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. എറണാകുളം ജില്ല എടുത്താലോ 8,904 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. തൃശ്ശൂർ ജില്ല എടുത്താൽ 7,512 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. പാലക്കാട് ജില്ല എടുത്താൽ 7,543 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. വയനാട് ജില്ലയിൽ 4,429 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 9,774 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഓരോ ജില്ലയിലുമുള്ള പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. പരീക്ഷാ തീയതി എന്നാണ് 12/9/2026 സാറ്റർഡേ ആണ് പരീക്ഷ. ഇതിന്റെ സ്കെയിൽ ഓഫ് വരുന്നത് 26,500, 60, 700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എല്ലാ ജില്ലയിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. കൃത്യമായിട്ട് ഒഴിവുകൾ നിർണ്ണയിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയർ തിരുവനന്തപുരം ജില്ല എടുത്താൽ പ്രീവിയസ് ഇയറിലെ 85 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 75 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 64.67 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുക്കാം. ഇടുക്കി ജില്ലയിൽ 74 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 62.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് ജില്ലയിൽ 59.67 ആണ് പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ വയനാട് ജില്ലയിൽ 61 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 68.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓരോ ജില്ലയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക്. കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പഠന നിലവാരം എത്ര കണ്ട് ഉയർത്തണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണ എത്തിച്ചേരാൻ സാധിക്കും. അതിനനുസരിച്ച് പഠന നിലവാരം ഉയർത്താനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.